വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയിറങ്ങി. വടാനക്കവലയിലെ ജനവാസ കേന്ദ്രത്തിലാണ് കടുവ ഇറങ്ങിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. സുർജിത്ത് അയ്യപ്പത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, എന്താണ് വിവരങ്ങൾ? സുർജിത്ത്, കേൾക്കാമോ? എന്താണ് വിവരങ്ങൾ? സുർജിത്ത് അയ്യപ്പത്ത്, കേൾക്കാമോ? പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയിറങ്ങി എന്നറിയുന്നു. അതിന്റെ വിശദാംശങ്ങൾ, കൂടാതെ ഈ മോഴയാനയെ മയക്കുവെടി വെക്കുന്നതിന്റെ ദൗത്യത്തിന്റെ പുരോഗതി, എന്താണ് വിവരങ്ങൾ? മണിയോടെയാണ് പുൽപ്പള്ളിയിൽ കടുവ ഇറങ്ങിയത്. പ്രദേശവാസിയായിട്ടുള്ള കൂവപ്ലാക്കൽ ബിജുവും ഭാര്യയും ജോലി ചെയ്യുന്നതിനിടെയാണ് ഈ കടുവയുടെ സാന്നിധ്യം കണ്ടത്. ഒരു കാട്ടുപന്നിയെ ഓടിച്ചുകൊണ്ട് കടുവ റോഡിലേക്ക് ജനവാസ കേന്ദ്രത്തിലേക്ക് വരികയായിരുന്നു. പിന്നീട് ഈ കാട്ടുപന്നി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അധികം വേഗത്തിലായിരുന്നില്ല ഇത് വന്നത് എന്നുള്ള വിവരമാണ് ലഭ്യമാവുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ വനപാലകർ പ്രദേശത്തെത്തി. അപ്പോഴും ഈ തെരച്ചിലിനിടെ കടുവ ഓടിപ്പോകുന്നു കണ്ടു. കൃഷിയിടത്തിലായിരുന്നു കടുവ ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് മേഖലയിൽ കൂട് വെക്കാനുള്ള തീരുമാനത്തിലേക്കാണ് വനംവകുപ്പ് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പുൽപ്പള്ളി ആനപ്പാറയിലും അതോടൊപ്പം തന്നെ ചില്ലിംഗ് പ്ലാന്റിന് സമീപത്തും കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. രണ്ടാഴ്ചയായി മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ട്, തുരത്താൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ താന്നിത്തെരുവ്, സുരഭിക്കവല എന്നിവിടങ്ങളിൽ കാറ്റിൽ ലിഫ്റ്റിങ്ങും ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു കന്നുകാലിയെയും ഒപ്പം തന്നെ ഒരു ആടിനെയുമാണ് കടുവ കൊന്നത്. ഇതിനുശേഷം ഈ രണ്ടിടത്തും കൂട് സ്ഥാപിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ പ്രദേശത്തും, അതായത് ഈ മുള്ളംകൊല്ലി നഗരത്തിനടുത്തുള്ള പ്രദേശമാണ് ഈ വാടാനക്കവല എന്ന് പറയുന്നത്, ഇവിടെയും കൂട് വെക്കാനുള്ള തീരുമാനത്തിലേക്കാണ് വനംവകുപ്പ് എത്തിയിട്ടുള്ളത്. മേഖലയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്യുകയാണ്. മറ്റൊരു ചോദ്യം ഇപ്പോൾ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എനിക്ക് പിറകിൽ കാണുന്നത് ആ ദൗത്യമാണ്. ദൗത്യം അവസാന ഘട്ടത്തിലാണ്. ഈ ആന നേരത്തെ ഈ വനംവകുപ്പിൻ്റെ റഡാറിൽ നിന്ന് ഒഴിവായി പോയിരുന്നു. അതായത് കുറച്ചുകൂടി വേഗത്തിൽ നീങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് അല്പസമയം മുമ്പ് അതിനെ വീണ്ടും കാണുകയും അത് ഈ ദേശീയപാതയുടെ സമീപത്തേക്കായി വരുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു വിവരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ 100 മീറ്റർ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ ഇവിടെയെല്ലാം തന്നെ വനംവകുപ്പിൻ്റെ വാഹനങ്ങൾ വെച്ചുകൊണ്ട് വാഹനങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. ഒരുപക്ഷേ ഈ റോഡിലേക്ക് മോഴയാന കയറി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു പരിശോധന തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ ഇവിടേക്ക് ഇറങ്ങി വന്നാൽ മയക്കുവെടി വെക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് വനംവകുപ്പിനുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് നോർത്തേൺ CCF ഉണ്ട്. ഒപ്പം തന്നെ DFO ഷജ്ന കരീമിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ. അതോടൊപ്പം മറ്റൊരു DFO ആയിട്ടുള്ള ഫ്ലൈയിങ് സ്ക്വാഡ് DFO ഇംതിയാസ് ഉൾപ്പെടെ അജിത് കെ രാമൻ ഉൾപ്പെടെയുള്ള DFOമാരെല്ലാം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. ഇവർ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. എന്തായാലും ഈ ആന ഇവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഈ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഡാർട്ടിങ് സാധ്യമാകും. കുറച്ചുകൂടി പരന്ന ഒരു പ്രദേശമാണ്. ഇന്ന് വിവിധ ഘട്ടങ്ങളിൽ, അതായത് ഉച്ചവരെ ആന കൃത്യമായി വനംവകുപ്പ് RRT സംഘത്തിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്നു. അവരുടെ കൃത്യം 100 മീറ്റർ വരെ ആനയുടെ അടുത്തുവരെ എത്തിയതാണ്. അതിനുശേഷം അത് അല്പം ഒഴിവായി പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതായത് സർവേലൻസിൽ നിന്ന് അത് പോകുന്ന നിലയാണ് ഉണ്ടായത്. പക്ഷേ ഇതിന് ശേഷം ഇപ്പോൾ ആനയുടെ സാന്നിധ്യം ഈ ദേശീയപാതയോട് ചേർന്ന പ്രദേശത്തേക്ക് കടന്നു വരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യമാണ് ഇപ്പോൾ വനംവകുപ്പിന് വിവരമായി ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരിശോധന, അതായത് ഇവിടേക്ക് വന്നാൽ കൃത്യമായ രീതിയിൽ തന്നെ വെടി ഉതിർക്കാൻ കഴിയും എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ പ്രതീക്ഷ. അവസാന ഘട്ടമാണ്. കാരണം ഇന്ന് വെളിച്ചം മങ്ങുന്നു. സ്വാഭാവികമായും അത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇവിടേക്ക് കടന്നു വന്നാൽ മയക്കുവെടി വെക്കാൻ അത് കുറച്ചുകൂടി വളരെ സുഗമമായ രീതിയിൽ തന്നെ സാധ്യമാകും എന്നുള്ള പ്രതീക്ഷയാണ് വനംവകുപ്പിന് മുന്നിലുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വനംവകുപ്പ് RRT സംഘം ഇപ്പോൾ ആനയെ കൃത്യമായ രീതിയിൽ തന്നെ പിന്തുടരുന്നുണ്ട്. അത് ദേശീയപാതയുടെ പ്രദേശത്തേക്ക്, അതായത് ഇത് മൈസൂർ കാട്ടിക്കുളം, മാനന്തവാടിയിൽ നിന്ന് മൈസൂരിലേക്ക് പോകുന്ന ബാവലി വഴി പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ്. ഈ പാതയിലേക്ക് കടന്നു വരും എന്നുള്ള പ്രതീക്ഷയാണ് വനംവകുപ്പിനെ സംബന്ധിച്ചുള്ളത്. ഇവിടെ വെച്ച് മയക്കുവെടി ഉതിർക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. അതായത് വാഹനങ്ങൾക്കെല്ലാം തന്നെ ഒരു നിയന്ത്രണം ഇവിടെ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടേക്ക് കടന്നു വന്നാൽ സ്വാഭാവികമായും അത് മയക്കുവെടി വെക്കുക എന്നുള്ള ദൗത്യത്തിലേക്ക് കടക്കും. ആളുകളെ സംബന്ധിച്ചും വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇവിടെ മയക്കുവെടി വെക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ആളുകളെ സംബന്ധിച്ചും പ്രകടിപ്പിക്കുന്നത്. നേരം ഇരുട്ടാൻ വേണ്ടി പോകുന്നു. സ്വാഭാവികമായും അത് ഒരുപക്ഷെ ഈ പ്രവർത്തനത്തെ ബാധിക്കും.
പക്ഷേ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഈ മേഖലയിലെത്തി വെടിയുതിർക്കാൻ കഴിയുമോ എന്നുള്ള അത്തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ വനം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തിരക്കിട്ട കൂടിയാലോചനകൾ എനിക്ക് പിറകിൽ നടക്കുകയാണ്. നോർത്തേൺ CCF KS ദീപയുണ്ട്, DFOമാരുണ്ട്. അവരെല്ലാം തന്നെ ചേർന്നുകൊണ്ട് ഒരു വലിയ കൂടിയാലോചനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രതീക്ഷയിലാണ് നാട്ടുകാരും ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും. വേണു.